ലൈഫിൽ സക്സസ്ഫുൾ ആവുക അല്ലെങ്കിൽ റിച്ച് ആവുക എന്നൊക്കെ ഗോൾ ഉള്ളവരായിരിക്കും നമ്മളിൽ പലരും. എന്നാൽ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് ഈ റിച്ച് ആവുക, സക്സസ്ഫുൾ ആവുക എന്നുള്ളത് ഒരു വളരെ ലോങ് ആയിട്ടുള്ള ഒരു ജേണിയാണ് എന്നൊരു തെറ്റിദ്ധാരണ നമ്മളിൽ പലർക്കും ഉണ്ടാവും. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു തെറ്റിദ്ധാരണ അവോയ്ഡ് ചെയ്യാതെ നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാനോ അല്ലെങ്കിൽ റിച്ച് ആവാനോ സാധിക്കില്ല എന്നതാണ് സത്യം. വളരെ ചെറുപ്പം തൊട്ടേ നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് വലിയൊരു ലോങ് ജേണിയിലൂടെ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആവാനോ അല്ലെങ്കിൽ വലിയൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യാനോ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ബെസ്റ്റ് സെല്ലിംഗ് ഓതറായിട്ടുള്ള MJ ഡിമാർക്കോയുടെ മില്യനെയർ ഫാസ്റ്റ് ലൈൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ എങ്ങനെ നമുക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ റിച്ച് ആവാം എന്നതിനെ പറ്റി അദ്ദേഹം ഒരു ഗൈഡ് ലൈൻസ് തരുന്നുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഗെറ്റ് റിച്ച് യങ് എന്ന് പറയുന്നത് ഗെറ്റ് റിച്ച് ഈസി എന്നുള്ളതല്ല. അതായത് വളരെ ചെറിയ പ്രായത്തിൽ റിച്ച് ആവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ റിച്ച് ആവുക എന്നുള്ളതല്ല. മറിച്ച് നമ്മൾ ഒരു ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ട ഹാർഡ് വർക്കും പെർസിവറൻസും നമ്മുടെ കരിയറിന്റെ തുടക്കകാലത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതേ ഗ്രോത്തും അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഗ്രോത്ത് എക്സ്പോണൻഷ്യലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. ഓതറിന്റെ കാഴ്ചപ്പാടിൽ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാനും റിച്ച് ആവാനുമായി 3 പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ റോഡുകളുണ്ട്. ഇതിൽ ആദ്യത്തെ റോഡ് എന്ന് പറയുന്നത് സൈഡ് വാക്ക് എന്നുള്ളതാണ്. നമ്മളിൽ പലരും പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ഈ ഒരു സൈഡ് വാക്ക് ആണ്. അതായത് നമ്മൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുകയും ആ ജോലിയിലൂടെ കിട്ടുന്ന ശമ്പളമെല്ലാം നമ്മൾ അപ്പോൾ തന്നെ സ്പെൻഡ് ചെയ്യുകയും നമ്മൾ പിന്നീട് ലേറ്റർ നീഡ്സിന് വേണ്ടി ഒന്നും തന്നെ സേവ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റിനെയാണ് നമ്മൾ സൈഡ് വാക്ക് എന്ന് പറയുന്നത്. ഈ സൈഡ് വാക്ക് റൂട്ടിലൂടെ പോകുന്നത് വെറും സാധാരണക്കാർ മാത്രമല്ല, വളരെയധികം വലിയ സെലിബ്രിറ്റീസും അതുപോലെ വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഈ സൈഡ് വാക്കിലൂടെ പോകാറുണ്ട്. കാരണം അവർക്ക് കിട്ടുന്ന പണം എത്ര തന്നെയായാലും അതെല്ലാം തന്നെ സ്പെൻഡ് ചെയ്യുകയും അവർക്ക് പിന്നീട് ഭാവിയെ പറ്റി യാതൊരുവിധ ചിന്തയുമില്ലാതെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ തേടി പോകുന്നതൊക്കെ സൈഡ് വാക്ക് റൂട്ടിലുള്ള ആൾക്കാരാണ്. ഓത്തറിന്റെ കാഴ്ചപ്പാടിലെ രണ്ടാമത്തെ ഫിനാൻഷ്യൽ റോഡ് എന്ന് പറയുന്നത് സ്ലോ ലൈൻ ആണ്. അതായത് നമുക്ക് കിട്ടുന്ന പണമെല്ലാം നമ്മൾ വളരെ ചെറിയ സ്ലോ ഏർണിങ്സ് തരുന്ന അസറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും അത്തരത്തിൽ വളരെ ചെറിയ സേവിങ്സ് മാത്രം നമുക്ക് നേടാൻ സാധിക്കുകയും ചെയ്യും. പലപ്പോഴും നമുക്ക് ഇൻഫ്ലേഷനെ പോലും ബീറ്റ് ചെയ്യാൻ പറ്റുന്ന റിട്ടേൺസ് ഇത്തരം ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്ന് ലഭിക്കുകയില്ല. മറിച്ച് നല്ല രീതിയിലുള്ള ഒരു നഷ്ടമായിരിക്കും നമുക്ക് കാലക്രമേണ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഇത്തരത്തിൽ സ്ലോ ലൈനിലൂടെ പോകുന്ന ആളുകൾ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ട്രഡീഷണൽ ജോലി ചെയ്യുന്ന ആളുകൾ തന്നെയായിരിക്കും. ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്ന ആൾക്കാരായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം പണം ഇൻവെസ്റ്റ് ചെയ്യുക എന്നതിലുപരി അവർ പണം സേവ് ചെയ്യുക എന്നൊരു മൈൻഡ് സെറ്റ് വെച്ച് പുലർത്തുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ലൈഫിൽ ഒരുപാടധികം റിസ്ക് എടുക്കാൻ താല്പര്യമില്ലായിരിക്കും. അത്തരത്തിൽ റിസ്ക് എടുക്കാത്തത് കൊണ്ട് തന്നെ ലൈഫിൽ വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ നേട്ടങ്ങളൊന്നും നേടാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫിനാൻഷ്യൽ അബണ്ടൻസ് ഒക്കെ സ്വന്തമാക്കാനോ അവർക്ക് സാധിക്കണമെന്നില്ല. അതുപോലെ ഓത്തർ പറയുന്ന മൂന്നാമത്തെ ഫിനാൻഷ്യൽ റോഡ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ലൈൻ ആണ്. ഈ മൂന്നാമത്തെ റോഡായിട്ടുള്ള ഫാസ്റ്റ് ലൈൻ മെത്തേഡ് എടുക്കുന്ന ആളുകൾ പൊതുവെ ബിസിനസ് ഓൺട്രപ്രണർഷിപ്പ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള വെൽത്ത് റാപ്പിഡ്ലി ജനറേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇത്തരം ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇത്തരം ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് സ്വന്തമാക്കാൻ വേണ്ടി അവർ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയും പെർസിവറൻസ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ഗെറ്റ് റിച്ച് യങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗെറ്റ് റിച്ച് ഈസി എന്നുള്ളതല്ല. അതായത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ റിച്ച് ആവാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് റിച്ച് ആവാം എന്നുള്ളതല്ല. മറിച്ച് കൃത്യമായ രീതിയിലുള്ള സിസ്റ്റംസ് ബിൽഡ് ചെയ്ത് അതിൽ നിന്നും വെൽത്ത് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ സ്ലോ ലൈനും അതുപോലെ ഫാസ്റ്റ് ലൈനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഉദാഹരണത്തിന് നമ്മളൊരു പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 10,000 ബ്രിക്സ് ആവശ്യമുണ്ട് എന്ന് കരുതുക. ഇത്തരത്തിൽ ഒരു 10,000 ബ്രിക്സ് വെച്ച് നമ്മളൊരു പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ലോ ലൈൻ മെത്തേഡിലൂടെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് വർഷങ്ങൾ തന്നെ വേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് 10 വർഷമൊക്കെ തന്നെ ആവശ്യമായിരിക്കും. എന്നാൽ അതേസമയം നമ്മളൊരു ഫാസ്റ്റ് ലൈൻ മെത്തേഡിലൂടെയാണ് നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു സിസ്റ്റം ആയിരിക്കും. ആ സിസ്റ്റം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് കുറച്ചധികം ആളുകളെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ നമുക്ക് ഹയർ ചെയ്യുകയും അവരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അതുപോലെ നമുക്ക് സിസ്റ്റം ബിൽഡ് ചെയ്യാനായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ക്രെയിൻ എന്ന് പറയുന്നത്. അതുപോലുള്ള സിസ്റ്റംസും ഇൻസ്ട്രുമെന്റ്സും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ വർക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടും കുറച്ചുകൂടി സ്മാർട്ട് ആയിട്ടും അതുപോലെ കുറച്ചുകൂടി ടൈം സേവിംഗ് ആയിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഫാസ്റ്റ് ലൈനും അതുപോലെ സ്ലോ ലൈനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും റിച്ച് ആവണം അല്ലെങ്കിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ കരുതുന്ന സമയത്ത് ഈ ഒരു സ്ലോ ലൈൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ലൈഫിൽ ഒരുപാടധികം കാലം കഷ്ടപ്പെടേണ്ടി വരും. മാത്രമല്ല അത്രയും കാലം കഴിഞ്ഞാലും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു വെൽത്ത് ഒന്നും ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്നില്ല. എന്നാൽ അതേസമയം നമ്മളൊരു ഫാസ്റ്റ് ലൈൻ മെത്തേഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായകമായിട്ടുള്ള സിസ്റ്റംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോളിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും.
അതുപോലെ ഈ ഒരു പുസ്തകത്തിൽ ഓഥർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് അതേഴ്സ് വിൽ മേക്ക് യു റിച്ച് എന്നുള്ളതാണ്. ഓഥറിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ റിച്ച് ആവാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ചാരിറ്റി അല്ലെങ്കിൽ എൻഡോമെന്റ്സിന് വേണ്ടിയിട്ട് ഒരുപാട് അധികം പണം അവർ സ്പെൻഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവർ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പല ആക്ടിവിറ്റീസ് അവർ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ അവർക്ക് അവരുടെ വെൽത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതുപോലെ ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവർക്ക് ഫിനാൻഷ്യലി കുറെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ കുറെ ചാരിറ്റി ചെയ്യുക എന്നത് മാത്രമല്ല, മറിച്ച് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള ഒരു കോസിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുക തുടങ്ങിയിട്ടുള്ള രീതിയിലും നമുക്ക് ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ അവരിൽ ഒരുപാട് അധികം പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റും ചേഞ്ചുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഇത്തരത്തിലും ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഫാസ്റ്റ് ലൈൻ മെത്തേഡിലൂടെ സക്സസ്ഫുൾ ആവാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഓത്തർ പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റിനെ പുസ്തകത്തിൽ പറയുന്നത് ലോ ഓഫ് എഫെക്ഷൻ എന്നുള്ളതാണ്. ഓത്തർ ഈ ഒരു ലോയെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മണി റൂൾ ആയിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ പുസ്തകത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 5 റൂൾസ് ഓഫ് ബിസിനസ്സസ് എന്നുള്ളതാണ്. അതുപോലെ ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ്സിലും ഫോളോ ചെയ്യാൻ സാധിക്കുന്ന 5 ഇമ്പോർട്ടന്റ് റൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓത്തറിന്റെ അഭിപ്രായത്തിൽ 5 റൂൾസ് ഓഫ് ബിസിനസ്സിലെ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് നീഡ് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആ ബിസിനസിന്റെ ആവശ്യകത അഥവാ നീഡ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ എംഫസൈസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഒരു റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഒരു ടൈപ്പ് റൈറ്റിംഗ് കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് അത് സക്സസ്ഫുൾ ആവില്ല. കാരണം ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ നീഡോ അല്ലെങ്കിൽ ഡിമാൻഡോ ഒന്നും തന്നെ അല്ല. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു ടൈപ്പ് റൈറ്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരിക്കലും വളരെ നീഡ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ല, മറിച്ച് നമ്മുടെ പണം അവിടെ വേസ്റ്റ് ആവുകയുള്ളൂ. എന്നാൽ അതേസമയം ഇന്നത്തെ കാലത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ നല്ല രീതിയിലുള്ള ഗ്രോത്തും അതുപോലെ നല്ല രീതിയിലുള്ള ഒരു വെൽത്ത് റിട്ടേണും ഒക്കെ തരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ബിസിനസ് ഐഡിയാസ് കണ്ടെത്തി അതിന്റെ നീഡ് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ് സക്സസ്ഫുൾ ആവുമെന്നാണ് ഓത്തർ പറയുന്നത്. ഗോൾഡൻ റൂൾസ് ഓഫ് ബിസിനസ്സിലെ രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് റൂൾ ഓഫ് എൻട്രി എന്നുള്ളതാണ്. അതായത് നമുക്കൊരു ബിസിനസ്സിലേക്കുള്ള എൻട്രി എത്രത്തോളം എളുപ്പമാകുന്നു അത്രത്തോളം ആ ബിസിനസ് ലാഭകരമല്ല എന്നാണ് ഈ ഒരു റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ എടുക്കുന്നു, ആ ബിസിനസ് ഐഡിയ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾക്ക് അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയും മറ്റാളുകൾക്ക് അതിലേക്ക് കയറി വരാൻ വേണ്ടിയും സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ആ ഒരു ബിസിനസ്സിലേക്കുള്ള എൻട്രി ടഫർ ആവുന്നോ അത്രത്തോളം ആ ബിസിനസ് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു സ്പേസ് ക്രാഫ്റ്റിന്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം അതിന്റെ ലെവൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത് വളരെയധികം ടഫ് ആയിട്ടുള്ള ഒരു ലെവലാണ്. അപ്പോൾ ആ ഒരു ബിസിനസ് അത്രമേൽ പ്രോഫിറ്റബിൾ ആയിരിക്കും എന്നാണ് ഈ ഒരു റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗോൾഡൻ റൂൾസ് ഓഫ് ബിസിനസിന്റെ മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് റൂൾ ഓഫ് കൺട്രോൾ എന്നുള്ളതാണ്. അതായത് നമുക്ക് എത്രമാത്രം കൺട്രോൾ ആ ബിസിനസിന്റെ പ്ലാറ്റ്ഫോമിനകത്തുണ്ട് എന്നതനുസരിച്ചാണ് നമുക്ക് ആ ബിസിനസ്സിൽ എത്രമാത്രം ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാൻ ഒരു യൂട്യൂബ് ചാനലാണ് റൺ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ 100% കൺട്രോൾ ഇരിക്കുന്നത് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കയ്യിലാണ്. അതൊരു മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കൂടിയാണ്. അത് തീർച്ചയായിട്ടും എൻ്റെ മാത്രം കൺട്രോളിൽ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു ബിസിനസ്സിൻ്റെ മേൽ എനിക്ക് യാതൊരുവിധ കൺട്രോളും ഇല്ല, 100% കൺട്രോളും യൂട്യൂബിൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മറിച്ച് എനിക്ക് യൂട്യൂബിൽ മാത്രമല്ല ഓഫ്ലൈൻ ആയിട്ടും എനിക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഓഫ്ലൈൻ ബിസിനസ് എന്ന് പറയുന്നത് എൻ്റെ കൺട്രോളിലായിരിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിൽ നമുക്ക് ഒരു ബിസിനസ്സിൻ്റെ മേൽ എത്രത്തോളം കൺട്രോൾ ഉണ്ട് എന്നതനുസരിച്ചിരിക്കും ആ ബിസിനസ്സിൻ്റെ ഗ്രോത്തും അതിൽ നിന്നും നമുക്ക് ഈൽഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റും എന്ന് പറയുന്നത്. ഗോൾഡൻ റൂൾസ് ഓഫ് ബിസിനസ്സിൻ്റെ നാലാമത്തെ റൂൾ എന്ന് പറയുന്നത് റൂൾ ഓഫ് സ്കെയിൽ എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബിസിനസ് എത്രത്തോളം നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും അഥവാ എത്രത്തോളം സ്കെയിലബിലിറ്റി ആ ബിസിനസ് ഐഡിയക്ക് ഉണ്ട് എന്നതനുസരിച്ചിരിക്കും നമുക്ക് ആ ബിസിനസ്സിന് കിട്ടാൻ പോകുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത്. എത്രത്തോളം നന്നായിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഗ്രോത്ത് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ഒരു സ്കെയിലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെപ്ലിക്കബിലിറ്റി അല്ല. അതായത് നമ്മുടെ ബിസിനസ് മറ്റൊരാൾക്ക് എത്ര പെട്ടെന്ന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് കോപ്പി അടിക്കാൻ പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടും സ്കെയിലബിലിറ്റി അല്ല, മറിച്ച് നമുക്ക് നമ്മുടെ ബിസിനസ് എത്രത്തോളം സ്കെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു റൂൾ ഓഫ് സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബിസിനസ് എളുപ്പത്തിൽ മറ്റൊരാൾക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് തീർച്ചയായിട്ടും വളരെയധികം നമ്മുടെ ബിസിനസിനെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഗോൾഡൻ റൂൾസ് ഓഫ് ബിസിനസിന്റെ അഞ്ചാമത്തെയും അവസാനത്തെയും റൂൾ എന്ന് പറയുന്നത് റൂൾ ഓഫ് ടൈം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബിസിനസ് നമ്മുടെ സമയവുമായിട്ട് ബന്ധിതമല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ് വളരെയധികം നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതായത് എൻ്റെ കയ്യിലുള്ള ബിസിനസ്സിൽ ഞാൻ എത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ ബിസിനസ്സിനെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
എന്നിരുന്നാൽ പോലും നമ്മൾ എത്രത്തോളം ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ഡിപ്പെൻഡൻസി ആ ബിസിനസ്സിന് ആവശ്യമാണ് എന്നുള്ളതാണ്. കാരണം നമ്മളില്ലാതെ ആ ബിസിനസ്സിനെ റൺ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ അതേസമയം ആ ബിസിനസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ പ്രസൻസ് ഇല്ലാതെയും നമ്മുടെ ടൈം ഇല്ലാതെയും ആ ബിസിനസ് റൺ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലാണ് ആ ബിസിനസ്സിൻ്റെ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്തും അതുപോലെ ഒരു സ്കെയിലബിലിറ്റിയും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ റൂൾ ഓഫ് ടൈം പ്രകാരം നമ്മുടെ ബിസിനസ്സും നമ്മുടെ ടൈം കണക്റ്റഡ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ബിസിനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഓത്തർ പറയുന്നത്. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഗോൾഡൻ റൂൾസ് ഓഫ് ബിസിനസ്സസ് ഫോളോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ്സുകൾക്കും നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്തും സ്കെയിലബിലിറ്റിയും കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഈ പുസ്തകത്തിന്റെ ഫുൾ സമ്മറി വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക.